എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഹോളിസ്റ്റിക് നഴ്സിംഗ്. എൻ്റെ പേര് ജോളി. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊരു നോട്ടും പെന്നും കയ്യിലെടുത്തേക്കാം. ഓക്കെ, ക്ലാസ് പറയുന്നതിനനുസരിച്ച് കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നോട്ട് എഴുതി പോണേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. നോട്ട് ഇപ്പോഴേ ഒരു ചുറ്റുനോട്ട് പോലെ ഇങ്ങനെ എഴുതി പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഈ ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താ പിള്ളേരെ? ഹോളിസ്റ്റിക് നഴ്സിംഗ് കേട്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാരും കേട്ടിട്ടുണ്ടാവും ഹോളിസ്റ്റിക് നഴ്സിംഗ് അല്ലെ? നമുക്ക് നോക്കാം ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്താണ്. ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീലിംഗ് ദ ഹോൾ എന്നാണ്. അതായത് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുക അല്ലെ, ഒരു വ്യക്തിയെ പൂർണ്ണമായി ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തുക എന്നതാണ് ഈ ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്നതുകൊണ്ട് ഉള്ള മീനിങ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. ഹോളിസ്റ്റിക് നഴ്സിംഗ് ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് all nursing practice that has healing the whole person as its goal. ഈ ഡെഫിനേഷൻ വന്നത് 1998 അമേരിക്കൻ ഹോളിസ്റ്റിക് നഴ്സസ് അസോസിയേഷൻ വന്ന 1998 അമേരിക്കൻ ഹോളിസ്റ്റിക് നഴ്സസ് അസോസിയേഷൻ ആണ് ഈ ഒരു ഡെഫിനേഷൻ കൊണ്ടുവന്നത്. എന്തായിരുന്നു ഡെഫിനേഷൻ? ഹോളിസ്റ്റിക് നഴ്സിംഗ് is a all. ഓക്കെ, അപ്പം എന്താണ് ഹോളിസ്റ്റിക് നഴ്സിംഗ്? അതായത് പൂർണ്ണമായി അല്ലെ, ഹോൾ അല്ലെ, പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെഫിനേഷൻ എഴുതി വെച്ചേക്ക്. ഹോളിസ്റ്റിക് നഴ്സിംഗ് is generally defined as all nursing practice that has healing the whole person as its goal. അല്ലെ, എല്ലാ നഴ്സിംഗ് നമുക്ക് ഉള്ള എല്ലാ ഇതും ഉപയോഗിച്ച് നമ്മൾ ഒരു വ്യക്തിയെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നതിനെയാണ് ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുന്നതിന് വേറെ ഡൗട്ടുകളൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് എങ്ങനെ സുഖപ്പെടുത്താം? അപ്പൊ ഇനിയും വരുന്ന PPT-യിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ നമുക്ക് പൂർണ്ണമായി സുഖപ്പെടുത്താമെന്ന്. ഒരു രോഗം വന്നാൽ ആ മനുഷ്യന്റെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത് അല്ലെ. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ രോഗം വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എന്തിനെങ്കിലുമൊക്കെ അഡ്മിറ്റ് ആവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോ നമുക്കൊരു രോഗം വന്ന ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്. സോ ബാക്കി ഏതൊക്കെ ഇതിൽ നമുക്കത് ബാധിക്കാറുണ്ട്, ആ ഒരു കാര്യങ്ങളെല്ലാം അപ്രോച്ച് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലൊക്കെ നമുക്കൊരു ഹീലിംഗ് വരുന്നതിനെയാണ് ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കേ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദിസ് പ്രാക്ടീസ് റിക്കഗ്നൈസസ് ദ ടോട്ടാലിറ്റി ഓഫ് ദി ഹ്യൂമൻ ബീങ്, ബോഡി, മൈൻഡ്, ഇമോഷൻ ആൻഡ് സ്പിരിറ്റ് അല്ലെ. ആൻഡ് ഈച്ച് ഓഫ് ദീസ് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ കണക്റ്റഡ്. എന്ന് ഓർത്ത് നോക്കിയേ, ഇതിലെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അയാളുടെ ശരീരം, അയാളുടെ ചിന്തകള്, അയാളുടെ അതല്ലേ വികാരങ്ങൾ മീൻസ് അല്ലെ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു ആക്സിഡന്റ് നടന്നു, അതിലെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് ലോസായി. ആ വ്യക്തിക്കും എന്തെങ്കിലും കാര്യമായിട്ടുള്ള മുറിവുകളും കാര്യങ്ങളൊക്കെ പറ്റി. ആക്സിഡന്റ് ആണല്ലോ. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു ആക്സിഡന്റ് ഉണ്ടായതിന്റെ ഷോക്ക് ആൾക്ക് മാറിയിട്ടില്ല, കൂടെ ഒരാള് ഉണ്ടായിരുന്ന ഒരാളുടെ ലോസ് വന്നു, കൂടെ ഇനി നാളെ തൊട്ട് ആളില്ല അല്ലെ. ഒന്ന് ഓർത്തു നോക്കിയേ, ഇത്രയും. അപ്പൊ അവരുടെ ശരീരത്തിനെയും അവരുടെ മൈൻഡിനെയും ഇമോഷൻസിനെയും ഒക്കെ എത്രത്തോളം ബാധിക്കും അല്ലെ, എത്രത്തോളം ബാധിക്കും. അപ്പൊ ഇത്രയും അപ്പൊ അയാൾക്ക് ശരീരത്തിൽ ഉണ്ടായ മുറിവുകൾ മാത്രം ഉണങ്ങിയാൽ അയാൾ ഹീലായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരു മനുഷ്യന് ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യവാനാണ്, എന്നാൽ മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ അല്ലെ. ഒരു ശരീരം എന്ന് പറയുന്നത് പൂർണ്ണ ആരോഗ്യത്തിലിരിക്കെ ഒന്ന് ഓർത്തു നോക്കിയേ, മെന്റലി ആരോഗ്യം ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താ? ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളിസ്റ്റിക് നഴ്സിംഗ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. കാരണം എന്താ?
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി, മൈൻഡ്, ഇമോഷൻസ് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. നമുക്ക് ഒരാൾക്ക് എത്ര ദിവസം നമുക്കൊരു ICUല് നിൽക്കാൻ പറ്റും? എപ്പോഴെങ്കിലും അല്ലെ, രാവിലെ ഒരു വട്ടം ബൈസ്റ്റാൻഡേഴ്സിനെ കാണിക്കും, ഒരു 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ സംഭവിക്കൂല. വൈകുന്നേരം ഒരു വട്ടം ബൈസ്റ്റാൻഡേഴ്സിനെ കാണിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ ICUല് നമ്മൾ എങ്ങനെ കഴിയും? അപ്പൊ നമ്മൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ ടോട്ടലി ആണ് ബാധിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ എന്താ, ഒരു നേഴ്സ് എന്നാൽ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് നേഴ്സിംഗ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു മനുഷ്യനെ എല്ലാ രീതിയിലും നമ്മൾ മാക്സിമം സുഖപ്പെടുത്താൻ നോക്കുന്നു. അയാളുടെ മുറിവുകൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുറിവുകൾ ശരീരത്തിലായിക്കോട്ടെ, മനസ്സിലായിക്കോട്ടെ, ചിന്തകളിലായിക്കോട്ടെ, നമ്മൾ അത് ഹീൽ ചെയ്യാൻ മാക്സിമം നോക്കും. ഓക്കെ, അതായിരുന്നു എന്ത്, ഹോളിസ്റ്റിക് നേഴ്സിംഗ്. ഓക്കെ, ഇനി എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് നോക്കാം. ഹോളിസ്റ്റിക് നേഴ്സിംഗിന്റെ കമ്പോണൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, individuals perceptions of susceptibility to an illness, individuals perceptions of the seriousness of the illness, likelihood of taking preventive actions. ഇത്രയേ ഉള്ളൂ. 3 കമ്പോണൻസ് ആണുള്ളത്. എന്തൊക്കെയായിരുന്നു ഈ 3 കമ്പോണൻസ്? ഓരോന്നായിട്ട് എഴുതിയെടുക്കുന്നേ. ഓരോ വ്യക്തിയും എന്താണ് ഒരു രോഗത്തിനെ കുറിച്ച് അല്ലെ അവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒരു രോഗത്തിന്റെ ഒരു രോഗത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ എത്രത്തോളം അത് സീരിയസ് ആയിട്ട് വരാം, ആ ഒരു വ്യക്തിയുടെ ആ ഒരു രോഗത്തിനെ കുറിച്ചുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സീരിയസ്നെസ്സിനെ കുറിച്ച് എന്താണ് അയാള് ചിന്തിച്ച് അല്ലെങ്കിൽ പെർസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു രോഗങ്ങൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചുറ്റിനുമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം വരാതിരിക്കാൻ എന്തൊക്കെ പ്രിവെന്റീവ് ആക്ഷൻസ് എടുക്കണം. ഓക്കെ, ഇതൊക്കെയായിരുന്നു എന്ത്, നമ്മുടെ കമ്പോണൻസ് ഓഫ് ഹോളിസ്റ്റിക് നഴ്സിംഗ്. ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻസ് ഓഫ് susceptibility to an illness, individuals perceptions of the seriousness of the illness, likelihood of taking preventive actions. ഓക്കെ, ഇനി എന്താണ് ഈ ഹോളിസ്റ്റിക് കെയർ, അല്ലെങ്കിൽ അല്ലെ എന്താണ് ഈ ഹോളിസ്റ്റിക് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോളിസ്റ്റിക് മീൻസ് ഹോളിസ്റ്റിക് കെയർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഹോളിസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് വന്നത് 1926 ഓക്കെ, അത് ഒരു ജെൻ ജെ.സി. സ്മുട്സ് എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു അതായത് ഒരു ഗ്രീക്ക് വേർഡാണ് ഈ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്, ഒരു ഗ്രീക്ക് വേർഡാണ്. ഓക്കെ, ഈ ഗ്രീക്ക് വേർഡ് ഹോളിസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ആ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് ഹോളോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് നമ്മളുടെ ജെൻ ജെ.സി 1926 ഫോം ചെയ്ത ഒരു വേർഡാണ് ഹോളിസ്റ്റിക്. ഓക്കെ, ഈ ഗ്രീക്ക് വേർഡായ ഹോളോസ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹോൾ എന്നായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായിരുന്നു? The word holistic was coined in 1926 by J.C. Smuts and based on the Greek root holos, which means whole. Okay, അതായത് ജെൻ ജെ.സി എന്ന് പറയുന്നത് ജനിച്ചത് 1870 മരിച്ചത് 1950 അത് നമുക്ക് മീൻസ് അത് എത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ആള് ജനിച്ചതും മരിച്ചതും, എങ്കിലും ഞാൻ ചുമ്മാ അവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഈ വേർഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ഗ്രീക്ക് ആ വേർഡ് ഉണ്ടായ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് ഹോളോസ് ആണ്. ഹോളോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ അല്ലെങ്കിൽ മുഴുവനായിട്ട് എന്നൊക്കെയാണ് ആ ഹോളോസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. അപ്പൊ 1926 ജെന്നിന് തോന്നി, ആഹാ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വേർഡ് ഉണ്ടാക്കിയേക്കാം, ഈ ഒരു നഴ്സിംഗ് പ്രാക്ടീസിന് ഇങ്ങനൊരു വേർഡ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇങ്ങനൊരു വേർഡ് ഉണ്ടാക്കിയാൽ ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹോൾ എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് എന്നാണ്. ഓക്കെ, ഹോളോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹോളിസ്റ്റിക് ഉണ്ടായത്. ഓക്കെ, ചുരുക്കി പറഞ്ഞ ഹോളിസ്റ്റിക് ഹെൽത്ത് വ്യൂസ് എന്തൊക്കെയായിരുന്നു? എന്താണ് നമ്മുടെ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ അല്ലെ, ഹോൾ അല്ലെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ വീക്ഷിച്ച് കാണുന്നത്? ഫിസിക്കൽ അല്ലെ, ഒരു മനുഷ്യന്റെ ഫിസിക്കൽ ഹെൽത്ത്, ഇന്റലക്ച്വൽ അല്ലെ, ഇന്റലക്ച്വൽ ഒന്ന് ഓർത്ത് നോക്കിയേ.
മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള പിള്ളേർക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരു അഞ്ച് ടൈപ്പിൽ മെന്റലി ചലഞ്ചഡ് ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈപ്പ് പിന്നെയും ഉണ്ട്. നമുക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. ഒരു 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ സാധാരണ പിള്ളേരുടെ കൂടെ പഠിക്കാൻ പറ്റും. സാധാരണ ലൈഫൊക്കെ അവർക്ക് ജീവിക്കാനൊക്കെ പറ്റും. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് ഒക്കെ ആവുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ? ടോട്ടലി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇന്റലക്ച്വൽ അല്ലെ ഐക്യു അറിയാതെ ആ മനുഷ്യനെ ട്രീറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമുണ്ടോ? കാരണം നമ്മള് എല്ലാം അല്ലെ നമ്മള് പക്കം മുഴുവനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മള് കെയർ കൊടുക്കുന്നു, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പൊ ഈ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ആ വ്യക്തിക്ക് എത്രത്തോളം കെയർ കൊടുക്കണം എന്നൊക്കെ അറിയുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് നോക്കും, അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി നോക്കും, സോഷ്യൽ കൾച്ചറൽ നോക്കും അല്ലെ. സോഷ്യൽ കൾച്ചർ എന്ന് വെച്ചാൽ എന്താ എന്ന് ഓർത്ത് നോക്കിയേ. നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റിയുടെ അല്ലെ ഒരു എന്താ പറയാ ഇത്രത്തോളം ഇതുപോലുള്ള ഒരു എന്താ പറയാ ഒരു ഭാഷയായിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാസ്റ്റ് ആയിക്കോട്ടെ, വസ്ത്രങ്ങളായിക്കോട്ടെ അല്ലെ, എത്രയും ഇതുള്ള ഒരു രാജ്യം വേറെയില്ല. അപ്പൊ സോഷ്യോ കൾച്ചർ എന്ന് പറഞ്ഞു വന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പൊ ഒരു പേഷ്യന്റിന് പ്രോട്ടീൻ വളരെ കുറവായിട്ട് കിടക്കുന്നു. പക്ഷെ ആ ഒരു പേഷ്യന്റ് എന്ന് പറയുന്നത് ബ്രാഹ്മണനാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു നേഴ്സ് പോയിട്ട് പറയുവാണ്, നിങ്ങൾ നന്നായിട്ട് മുട്ടയുടെ വെള്ള കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അവരുടെ കൾച്ചർ എന്താണ് ഫോളോ ചെയ്യണമെന്നും കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ അവർക്ക് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ പറഞ്ഞു വന്നത് അവർ ഏത് സോഷ്യൽ കൾച്ചറിൽ നിന്നാണ് വരുന്നത്, അവർക്ക് ഏത് തരം ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട്, അവരുടെ ഫിസിക്കൽ ഹെൽത്ത് എത്രത്തോളം ഉണ്ട്, അവരുടെ സൈക്കോളജിക്കൽ അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ്, അവരുടെ സ്പിരിച്വൽ ആസ്പെക്ട് എങ്ങനെയാണ് അല്ലെ. സ്പിരിച്വൽ ആസ്പെക്ട് ഇപ്പൊ നിരീശ്വരവാദികളുടെ അടുത്ത് പോയിട്ട് ദൈവത്തിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കൊട്ടിഘോഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവര് നമ്മളെയും കൂടെ നിരീശ്വരവാദിയാക്കുള്ളൂ അല്ലെ. അപ്പൊ അവരുടെയൊക്കെ മീൻസ് ഒരു പേഷ്യന്റിനെ എടുക്കുവാണെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാലാണ് അതൊരു ഹോളിസ്റ്റിക് ആവുള്ളൂ. ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരുന്നു? ദ ഫിസിക്കൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ കൾച്ചറൽ, സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് പേഴ്സൺസ് ലൈഫ് ആസ് എൻ ഇന്റഗ്രേറ്റഡ്. ഓക്കെ. ദ ഗോൾ. ഇനി എന്താണ് നമ്മുടെ ഹോളിസ്റ്റിക് നഴ്സിംഗിന്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഹോളിസ്റ്റിക് നഴ്സിംഗിന്റെ ഗോൾ എഴുതിക്കോ. Holistic nursing is the enhancement of healing the whole person from birth to death. ഇതും അമേരിക്കൻ ഹോളിസ്റ്റിക് നഴ്സസ് അസോസിയേഷന്റെ തന്നെ വാചകമാണ്. 2004 ഇങ്ങനൊരു ഗോള് വന്നത്. ഓക്കെ. അമേരിക്കൻ ഹോളിസ്റ്റിക് നഴ്സസ് അസോസിയേഷന്റെ 2004 ഈ ഒരു ഗോള് വന്നത്. എന്തായിരുന്നു ഗോള്? Holistic nursing is the enhancement of healing the whole person from birth to death. അല്ലെ. ജനിച്ച നാള് മുതല് മരിക്കുന്നത് വരെ അല്ലെ നമ്മള് ആ ഒരു വ്യക്തിയെ മുഴുവനായിട്ട് ആ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ, ഇന്റലക്ച്വൽ, സോഷ്യോ കൾച്ചറൽ അല്ലെ, സൈക്കോളജിക്കൽ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഹെൽത്ത് നമ്മള് ഹീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹീൽ ചെയ്യുക എന്നതാണ് ഹോളിസ്റ്റിക് നഴ്സിംഗിന്റെ ഗോള്. ഓക്കെ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഹോളിസ്റ്റിക് നഴ്സിംഗ്. ഇനി കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് പീപ്പിൾ ഹാവ് innate healing powers. അല്ലെ. നമുക്ക് സ്വന്തമായിട്ട് ഒരു രോഗം വന്നാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പൻസേറ്ററി മെക്കാനിസം ഉണ്ട് അല്ലെ. നമുക്ക് ഇനി എന്തെങ്കിലും നമുക്ക് വളരെ പറ്റാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറവിയുണ്ട്. അപ്പൊ ഓർത്തൊക്കെ നമ്മളെന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ഹീലിംഗ് പവേഴ്സ് ഉള്ള നമ്മൾ വലിയ സംഭവങ്ങളാണ് നമ്മള്. ഓക്കെ. അതാണ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. People have innate healing powers. The patient is a person, not a disease.
അല്ലെ? ഇവിടെ എന്താ വിചാരിക്കണെന്ന് പറയണത്? ഇവിടെ നമ്മള് ഒരു ഒരു സ്റ്റാഫ് നേഴ്സ് ആവുമ്പോ നമ്മൾ എന്താ കരുതുന്നത്? നമ്മള് പേഷ്യന്റിനെ അല്ലെ, ഒരു പേഷ്യന്റിന് വന്നു കഴിയുമ്പോൾ അയാളുടെ രോഗാവസ്ഥേനെയാണ് നമ്മൾ കാണുന്നത് അല്ലെ? അയാൾ എങ്ങനെയെങ്കിലും രോഗം മാറി വീട്ടിൽ പോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ വാർഡിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ICU അല്ലെങ്കിൽ വാർഡിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു HbSAg പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്ത്? ആ പേഷ്യന്റ് HbSAg പോസിറ്റീവ് ആട്ടോ. HbSAg 104 റൂമിലത്തെ പേഷ്യന്റ് HbSAg പോസിറ്റീവ് ആണേ എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മൾ ആ വ്യക്തിയുടെ രോഗത്തിനെയാണ് കാണുന്നത്. അതേസമയം ഹോളിസ്റ്റിക് നഴ്സിംഗിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ആ വ്യക്തിയെ, ഓരോ പേഷ്യന്റിനെയും ഓരോ വ്യക്തികളായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ വെറും ഒരു സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളിലെ രോഗങ്ങളെ കാണുമ്പോൾ, ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള, അതായത് ആ വ്യക്തിക്ക് ആ രോഗം വന്നത് കൊണ്ട് എത്രത്തോളം ഡിപ്രഷൻ വന്നു, എത്രത്തോളം അല്ലെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്രത്തോളം പോരായ്മകൾ വന്നു, എത്രത്തോളം ആ കുടുംബം തകർന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഹോൾ ആയിട്ടാണ് നമ്മൾ ഒരു ഹോളിസ്റ്റിക് നേഴ്സ് കാണുന്നത്. ഓക്കെ. Healing takes a team approach involving the patient and doctor and addresses all aspects of person's life using a variety of healthcare practices. അല്ലേ? അതായത് ഇല്ലേ, ഒരു ഒരു നമുക്കൊരു പേഷ്യന്റിനെ കംപ്ലീറ്റ് ആയിട്ട് സുഖപ്പെടുത്തണമെങ്കിൽ ഒരു നേഴ്സ് മാത്രം വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. ആ വ്യക്തിക്ക് എന്തൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ വന്നോ, ഇപ്പൊ മെന്റൽ ഹെൽത്ത് ബാധിച്ചോ, അവിടെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യം വരും, അവിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം വരും. ഫിസിക്കൽ ഹെൽത്ത് ബാധിച്ചു, അവിടെ ഒരു ഫിസിയോളജിസ്റ്റിന്റെ ആവശ്യം വരും. അല്ലെങ്കിൽ എന്ത് റിലേറ്റഡ് ആണോ ആ സ്പെഷ്യാലിറ്റി കൈകാര്യം ചെയ്യുന്ന ഡോക്ടറിന്റെ ആവശ്യം വരും, നേഴ്സിന്റെ ആവശ്യം വരും അല്ലെ? ഇനി ഇതിന്റെ ഇടയിൽ ലാബ് ടെക്നീഷ്യന്റെ ആവശ്യം വരും. അങ്ങനെ ഒരു ടീം വർക്കാണ് ഹോളിസ്റ്റിക് നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മനുഷ്യനെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ്. ഓക്കെ. അത് മാത്രല്ല, ഇവിടെ നമ്മള് അതായത് അതായത് ഇത്രയും ആൾക്കാരുടെ ഒരു കാര്യം ഉണ്ടെങ്കിലാണ് നമുക്കൊരു മനുഷ്യനെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ട്രീറ്റ്മെന്റ് ഇൻവോൾവ്സ് fixing the cause of the condition, not just alleviating the symptoms. അല്ലെ? അതായത് എന്താ നമ്മൾ പറയുന്നത്? ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ എന്താണ് ഈ ഒരു രോഗത്തിന് കാരണമായത്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായത് എന്നത് കണ്ടുപിടിക്കുക എന്ന് മാത്രമാണോ? ആണോ? അല്ല. അതായത് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു രോഗത്തിനെ ചികിത്സിക്കുന്നു. അത് നമ്മളിപ്പോ ഒരു നേഴ്സിംഗ് ആണെങ്കിൽ, ഒരു സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? നമുക്കൊരു പനി വന്നു അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ വന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് സിംറ്റമാറ്റിക് മാനേജ്മെന്റ് കൊടുക്കുന്നു. അതായത് ഡോളോ കൊടുക്കുന്നു. എന്തിന്? ഫീവർ ആണെങ്കിൽ ഡോളോ കൊടുക്കുന്നു. പേഷ്യന്റിന് ഇതിന്റെ ഇടയിൽ ഡീഹൈഡ്രേറ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് തെറാപ്പി കൊടുക്കുന്നു. പേഷ്യന്റ് ഹെഡേക്ക് വരാണെങ്കിൽ ഇതും അതേപോലെ തന്നെ ഡോളോ വെച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നു. ടെപ്പിഡ് സ്പഞ്ച് കൊടുക്കുന്നു. അതേപോലെ ഒരു കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സിംറ്റമാറ്റിക് മാനേജ്മെന്റ് ആണ് ചെയ്യുക അല്ലെ? അതായത് ഓരോ സയൻസിനനുസരിച്ച് സിംറ്റമാറ്റിക് മാനേജ്മെന്റ്. പക്ഷെ ഇവിടെ എന്താണ് നോക്കുന്നത്? നമ്മള് ആ കണ്ടീഷൻ, ആ ഒരു രോഗം വന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അത് എന്തിനൊക്കെ ബാധിച്ചു എന്നൊക്കെയാണ് നമ്മൾ ഹോളിസ്റ്റിക് നേഴ്സിംഗിൽ നോക്കുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു പോയിന്റ്സ്? The first one is people have innate healing powers, and the second one is the patient is a person, not a disease. And third one is healing takes a team approach involving the patient and doctor and addresses all aspects of person's life using a variety of healthcare practices. Treatment involves fixing the cause of the condition, not just alleviating the symptoms. ഓക്കെ. ഇനിയും കുറച്ച് ഹോളിസ്റ്റിക് പ്രാക്ടീസിന് കുറച്ച് കോർ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കോർ വാല്യൂസ് ഓഫ് ഹോളിസ്റ്റിക് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് കോർ വാല്യൂ നോക്കിക്കോ. Holistic philosophy develop and expand overall philosophy in the art and science of holistic nursing. അല്ലെ? ഹോളിസ്റ്റിക് നഴ്സിംഗിൽ ആ ഒരു ഹോളിസ്റ്റിക് ഫിലോസഫി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാതെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് ശുശ്രൂഷിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുക എന്നതൊക്കെയാണ് എന്നുള്ള ആ ഒരു ഫിലോസഫി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇനി ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? അവരുടെ ആ ഒരു കറന്റ് നോളജ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക, ഹോളിസ്റ്റിക് നഴ്സിംഗ് പ്രാക്ടീസിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഹോളിസ്റ്റിക് നഴ്സുമാർ തമ്മിലുള്ള ഒരു
കോമ്പിറ്റൻസി കൂട്ടുക. എന്നാലൊക്കെയാണല്ലേ മറ്റൊരാളെക്കാട്ടിൽ നന്നായിട്ട് എനിക്ക് കെയർ ചെയ്യണം എന്നുള്ളൊരു ബോധം വരുമ്പോഴാണ് നമ്മുടെ നഴ്സിംഗ് കെയർ ഇച്ചിരിയും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ മെച്ചപ്പെടുത്താം. അപ്പൊ നോക്കിയൊക്കെ ഹോളിസ്റ്റിക് ഫിലോസഫി ഡെവലപ്പ് ആൻഡ് എക്സ്പാൻഡ് ഓവറോൾ ഫിലോസഫി ഇൻ ദ ആർട്ട് science of holistic nursing. Holistic education acquire and maintain current knowledge and competency in holistic nursing practice. Okay, core value 2. ഇനി രണ്ടാമത്തെ core value ആണ് പറയാൻ പോകുന്നത്. ഈ ഹോളിസ്റ്റിക് ഒരു കുറച്ച് എത്തിക്സ് ഉണ്ട്. ഹോളിസ്റ്റിക്കിനും കുറച്ച് എത്തിക്സ് ഉണ്ട്. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് എത്തിക്സ് നോക്കിക്കോ. ഹോൾഡ് ടു എ പ്രൊഫഷണൽ എത്തിക് ഓഫ് കെയറിംഗ് ആൻഡ് ഹീലിംഗ് ദാറ്റ് സീക്സ് ടു പ്രിസർവ് ഹോൾനെസ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് സെൽഫ്. ഓക്കെ, അതായത് ഒന്ന് ഓർത്ത് വെക്കേ, ഫസ്റ്റ് എത്തിക് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഫഷണൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ലെ, നമ്മൾ ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതിലാണെങ്കിലും അയാളുടെ അടുത്ത് അല്ലെ, നമ്മൾ ഓർത്ത് വെക്കേ, ഒരു മനുഷ്യന് വലിയ ഡിപ്രഷനാണ്, എന്താ ആക്സിഡന്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ ഒരു സർജറിക്ക് വേണ്ടി വന്ന മനുഷ്യന് ഭയങ്കര ഒരു ഡിപ്രഷൻ ആണെന്ന് വിചാരിക്കുക, ഭയങ്കര ഒരു ഡിപ്രഷനാണ്. അപ്പൊ ആ ഡിപ്രഷന്റെ ഇടയിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്ത് നേഴ്സായിട്ട് ലാസ്റ്റ് പേഷ്യന്റ് കൂടെ ആയി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഏതൊരു നഴ്സിംഗ് കെയറിനാണെങ്കിലും ഹോളിസ്റ്റിക് നഴ്സിംഗ് കെയറിനാണെങ്കിലും അതിനൊരു എത്തിക്സ് വേണം അല്ലെ. ഒരു പ്രൊഫഷണൽ എത്തിക്സ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കെയറിങ് ചെയ്യുന്നതിലാണെങ്കിലും നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പ്രൊഫഷണൽ എത്തിക്സ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അപ്പോഴാണ് നമുക്കൊരു ഡിഗ്നിറ്റി നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റുഡൻസിനോട് അല്ലെ, അതുപോലെ കൊളീഗ്സിനോട് ഓരോ നമ്മൾ ശുശ്രൂഷിക്കുന്ന പേഴ്സണോടൊക്കെ നമുക്കൊരു ഡിഗ്നിറ്റി വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഡിഗ്നിറ്റി വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് ഒരു വിലയൊക്കെ തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഫഷണൽ എത്തിക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ആൻഡ് ദെൻ റിക്കഗ്നൈസ് നഴ്സിംഗ്. അടുത്തതാണ് നഴ്സിംഗ്. ഇപ്പം നമ്മൾ ഹോളിസ്റ്റിക് എത്തിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് നഴ്സിംഗ് തിയറീസ്. ഓക്കെ, അപ്പോ നോക്കിക്കേ. Recognize that holistic nursing theories provide the framework for all aspects of holistic nursing practice and transformational leadership. അപ്പൊ ഈ ഹോളിസ്റ്റിക് നഴ്സിംഗ് തിയറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹോളിസ്റ്റിക് നഴ്സിംഗ് തിയറീസ് എപ്പോഴും ഒരു ഫ്രെയിം വർക്ക്, അതായത് ഒരു നമുക്കറിയാലോ, ഒരു വീട് പണിയണമെങ്കിൽ ഒരു പ്ലാൻ വേണം അല്ലെ, ഒരു ബേസ്മെന്റ് വേണം, ഒരു പ്ലാൻ വേണം. അതേപോലെ ഒരു ഫ്രെയിം വർക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ഹോളിസ്റ്റിക് നഴ്സിംഗ് തിയറീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. എന്നിട്ട് എന്താ, അപ്പോഴാണ് നമുക്ക് ഒരു പേഷ്യന്റിനെ ഏതൊക്കെ രീതിയിൽ ശുശ്രൂഷിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ഉള്ളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, എനിക്കൊരു കാര്യം അറിഞ്ഞാലല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ ഒരാളുടെ ഉള്ളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഇച്ചിരിയും കൂടി അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഈ നഴ്സിംഗ് തിയറീസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ്, ഹോളിസ്റ്റിക് നഴ്സിംഗ് ആൻഡ് റിലേറ്റഡ് റിസർച്ച് provide care and guidance to a person through nursing interventions and holistic therapies consistent with the research findings and other sound evidence. അല്ലെ, ഹോളിസ്റ്റിക് നഴ്സിംഗ് റിലേറ്റഡ് റിസർച്ച്, ഇതിൽ നടക്കുന്ന ഹോളിസ്റ്റിക് നഴ്സിംഗിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് റിസർച്ചുകൾ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട് എപ്പോഴും റിസർച്ച് ചെയ്യുന്നത്? നമുക്കൊരു അപ്ഡേറ്റഡ് നോളജ് കിട്ടാൻ വേണ്ടി, നമുക്ക് ഇപ്പോഴും റിലവന്റ് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ നഴ്സിംഗ് പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഗൈഡൻസ് കിട്ടാനും നമ്മുടെ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ഇംപ്രൂവ് ചെയ്യാനും ഹോളിസ്റ്റിക് തെറാപ്പീസിൽ കുറച്ച് മാറ്റങ്ങൾ വരാനും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഹോളിസ്റ്റിക് നഴ്സിംഗ് റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് കോർ വാല്യൂ 2 ട്ടാ. നോട്ട് എഴുതിയോ? എന്തായിരുന്നു അപ്പൊ കോർ വാല്യൂ 2? ഈ കോർ വാല്യൂ 2 3 ഇതായിട്ടാണ് വരുന്നത്. ഹോളിസ്റ്റിക് എത്തിക്സ്, നഴ്സിംഗ് തിയറീസ് ആൻഡ് ഹോളിസ്റ്റിക് നഴ്സിംഗ് ആൻഡ് റിലേറ്റഡ് റിസർച്ച്. 3 ടോപ്പിക് ആയിട്ട് 3 സബ് ടൈറ്റിൽ ആയിട്ടാണ് വരുന്നത്. ഹോളിസ്റ്റിക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, സാധാരണ എത്തിക്സ് പോലെ തന്നെ എപ്പോഴും ഒരു എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്താലാണ് നമുക്കൊരു ഒരു ഡിഗ്നിറ്റിയിൽ നമുക്കൊരു പേഷ്യന്റിനോട് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ അടുത്തത് എന്തായിരുന്നു? നഴ്സിംഗ് തിയറീസ് ആൻഡ് ദെൻ ഹോളിസ്റ്റിക് നഴ്സിംഗ് ആൻഡ് റിലേറ്റഡ് റിസർച്ച്. അടുത്തതാണ് കോർ വാല്യൂ 3, holistic nurse self-care. Okay, engage in self-care and further develop their own personal awareness of being an instrument of healing to better serve
സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മളൊരു എന്താ പറയാ, ഒരു ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ ഒരു എന്താ ഒരു നമ്മളൊരു വ്യക്തി എന്നതിനേക്കാട്ടിൽ ഇപ്പൊ ഓർത്ത് നോക്കിയേ, ഒരു ചില നേഴ്സുമാരെ കാണുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഐസിലൊക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ, ചില പേഷ്യൻസ് വരുമ്പോ പറയുമായിരുന്നേ, എനിക്ക് ആ നേഴ്സ് തന്നെ എനിക്ക് മരുന്ന് തന്നാ മതി, എനിക്ക് ആള് തന്നെ ഫുഡ് തന്നാ മതി. കാരണം എന്താ, അവർക്ക് ആ ഒരു വ്യക്തി കൊടുക്കുമ്പോൾ രോഗം കുറയുമെന്നുള്ള ആ ഒരു വിചാരം, അല്ലെ? അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെയർ ഇവർക്ക് അനുഭവിക്കുമ്പോൾ ഇവർക്ക് രോഗങ്ങൾ കുറയുന്നത് പോലെയുള്ള ഇവരുടെ ഒരു തോന്നൽ, അതുകൊണ്ടൊക്കെയാണ് ഇത് നടക്കുന്നത്, അല്ലെ? അപ്പൊ ഹോളിസ്റ്റിക് നേഴ്സ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻഗേജ് ഇൻ സെൽഫ് കെയർ ആൻഡ് ഫർദർ ഡെവലപ്പ് ദെയർ ഓൺ പേഴ്സണൽ അവയർനെസ് ഓഫ് ബീങ്, അല്ലെ? നമ്മുടെ പേഷ്യന്റിനുള്ള കെയറിൽ മാത്രം നമ്മൾ ഇൻവോൾവ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളുടെ ഒരു അവയർനെസ്സും കൂടെ നമ്മൾ കൂട്ടാണ്. കാരണം എന്താണ്, ഞാനാണ് ഈ ഒരു പേഷ്യന്റിനെ ഹീൽ ചെയ്യേണ്ടത്, ഞാനാണെന്നുള്ള ഒരു അവയർനെസ്സും കൂടെ നമ്മൾ കൂട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കോർ വാല്യൂ 3, holistic communication. Holistic communication. Holistic communication is an engage in communication to ensure that each person experiences the persons of the nurse as authentic and sincere. അല്ലെ? അതായത് നമുക്കറിയാം, നേഴ്സുമാര് എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഇവിടെ പറഞ്ഞത് അവിടെ പോയി പറയാൻ നിൽക്കരുത്. ഈ പേഷ്യന്റ് എന്തെങ്കിലും ഒരു കാര്യം പ്രൈവറ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്ത് പോയിട്ട് പറഞ്ഞ്, അത് വേറെ സ്റ്റുഡൻസിനോട് പറഞ്ഞ്, ബാക്കിയുള്ള സ്റ്റാഫുമാരോട് പറഞ്ഞ്, അങ്ങനെ ആ ഒരു രീതിയിൽ പോകരുത്, പ്രത്യേകിച്ച് ഹോളിസ്റ്റിക് നേഴ്സ്, അല്ലെ? എപ്പോഴും ആ ഒരു നമ്മളോട് ഒരു പേഷ്യന്റ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയണം, ആ ഒരു വ്യക്തി, അല്ലെ, നമ്മളോട് ഒരു കാര്യം പറയണമെങ്കിൽ ആ ഒരു വ്യക്തി ആണെന്ന് അറിയണം, അല്ലെങ്കിൽ ജെന്യൂൻ പേഴ്സൺ ആണെന്നായിരിക്കണം, അല്ലെ? കള്ളത്തരങ്ങളൊന്നും കാണിക്കാത്ത അല്ലെങ്കിൽ കള്ളനല്ല എന്നുള്ള ഒരു ഇതുണ്ടെങ്കിലാണ് നമ്മളോട് ഒരാൾ എന്തെങ്കിലും പറയുള്ളൂ, അല്ലെ? അപ്പൊ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അവെയർ ആയിരിക്കണം. നമ്മളിപ്പോഴും അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിലയെ പോവുള്ളൂ, അവരുടെ അല്ല. നമ്മൾ പറയുമ്പോ കേട്ടിരിക്കുന്ന ആള് നമ്മളെയും കൂടെയാണ് വില കുറച്ച് കാണുന്നത്. അയ്യേ, അവളപ്പോ അവിടെ പോയി ഇവിടെ പോയി പറയുന്ന കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ അവനപ്പോ അവിടെ ഇവിടെയും പോയി പറയണ കൂട്ടത്തിലാണ്, അപ്പൊ നാളെ ഇവനോടൊന്നും ഞാനും പറയരുത് എന്നുള്ള ചിന്ത അവന് വരും, അല്ലെ? അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും നമ്മൾ തന്നെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ. ഓക്കെ, ഇനി തെറാപ്യൂട്ടിക് എൻവയോൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റിക്കഗ്നൈസ് ദാറ്റ് ഈച്ച് പേഴ്സൺസ് എൻവയോൺമെന്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ് ദാറ്റ് surrounds the individual, both the external and the internal, physical, mental, emotional, social and spiritual, as well as patterns not yet understood. അതായത് ഒരു വ്യക്തിനെ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ, ആ ഒരു വ്യക്തിക്ക് ഹോളിസ്റ്റിക് നഴ്സിംഗ് ആണ് ആവശ്യമെങ്കിൽ, വ്യക്തിയുടെ ആ ഒരു വ്യക്തിയുടെ തെറാപ്യൂട്ടിക് എൻവയോൺമെന്റും കൂടെ നമ്മൾ നോക്കണം. ഒന്ന് ഓർത്ത് നോക്കി, ഒരു തെറാപ്പി കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയ ഒരു എൻവയോൺമെന്റ് അല്ല, ചുറ്റുപാടും അല്ല അവിടെയെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു വ്യക്തിനെ ചികിത്സിക്കും? നമ്മൾ എങ്ങനെ ആ ഒരു വ്യക്തിനെ ഹോൾ ആയിട്ട് കാണാൻ പറ്റും? ആ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. ഓർത്ത് നോക്കിയേ, ഒരു കോളനിയില് അത്രേന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ്, അവിടെ ചുറ്റിനും അടിയും പിടിയും ബഹളവും കത്തിക്കുത്തും, അതിന്റെ ഇടയ്ക്കില് വൃത്തിയും ഇല്ല, മെനയും ഇല്ല, ഭക്ഷണവും ഇല്ല, കറണ്ട് ഇല്ല, വെള്ളവും ഇല്ല, മൊത്തം വേസ്റ്റ് കൂമ്പാര. ഇവിടെ പോയിട്ട് നമുക്ക് എങ്ങനെ ഹോളിസ്റ്റിക് നഴ്സിംഗ് കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റുമോ? എങ്ങനെ? ഒന്നാമത്തെ കാര്യം, നമുക്ക് അവിടെ പോകുമ്പോ തന്നെ നമുക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്നിട്ട് അയ്യോ ചേച്ചി, ചേച്ചി രക്ഷപ്പെടും, ചേച്ചി ചേച്ചിക്ക് അങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെയാണ്, ചേച്ചി മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെ കൊടുക്കാനാ? നമുക്കിനി എന്തെങ്കിലും മുറിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടാൻ പോയാൽ തന്നെയും അവിടെ മൊത്തം വൃത്തിഹീനമായിട്ട് കിടക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പേഷ്യന്റിനെ നമ്മൾ കെയർ കൊടുക്കുമ്പോൾ ഒരു തെറാപ്യൂട്ടിക് എൻവയോൺമെന്റ് വേണം എന്നത് നിർബന്ധമാണ്. അതിപ്പോ ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ, ഹോളിസ്റ്റിക് നഴ്സിംഗ് പ്രാക്ടീസ് ആയിക്കോട്ടെ. Okay, and cultural diversity. Recognize each person as a whole body, mind, spirit, and mutually create a plan of care consistent with the cultural background, health beliefs, sexual orientation, values, and preferences. അത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ
ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഇന്ത്യ വേറെ എവിടെയില്ല. അപ്പൊ നമ്മളൊരു നേഴ്സിംഗ് പ്രാക്ടീസ് ആണെങ്കിൽ, നമ്മളൊരു എന്താ ഹോളിസ്റ്റിക് നേഴ്സിംഗ് പ്രാക്ടീസ് ആണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മളെ പേഷ്യന്റ് കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും കൂടെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല തല്ല് കിട്ടും അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേഷ്യന്റിന്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും കൂടെ നോക്കണം. ഇപ്പൊ ഇത് ഞാൻ ആവർത്തിച്ച് 2 or 3 വട്ടമായി പറയണം. അപ്പൊ എന്തായിരുന്നു കോർ വാല്യൂ 4 പറയണത്? ഹോളിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, തെറാപ്യൂട്ടിക് എൻവയോൺമെന്റ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കോർ വാല്യൂ 4 പറഞ്ഞത്. ആൻഡ് ദെൻ കോർ വാല്യൂ 5, ഹോളിസ്റ്റിക് കെയറിംഗ് പ്രോസസ്. ഓക്കെ, അതിൽ ദ ഫസ്റ്റ് വൺ ഈസ് അസസ്മെന്റ് ആണ്. ഓരോ പേഷ്യന്റിനെയും നമ്മൾ ഈച്ച് ക്ലയന്റ് ഈസ് അസസ്ഡ് ഹോളിസ്റ്റിക്കലി യൂസിങ് അപ്രോപ്രിയേറ്റ് ട്രഡീഷണൽ ആൻഡ് ഹോളിസ്റ്റിക് മെത്തേഡ്സ്. ഓൾ ദ യൂണിക്നെസ് ഓഫ് ദി ക്ലയന്റ് ഈസ് ഹോണേർഡ്. അതായത് ഓരോ വ്യക്തികളും വ്യക്തിത്വങ്ങൾ ഉള്ളതാണ്, ഓരോ വ്യക്തികളും ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ വ്യക്തികളാണ്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ഓരോരുത്തർക്കും വേണ്ട കെയർ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അവരുടെ എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് വഴിയോ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെത്തേഡ്സ് വഴിയോ ഒക്കെ നമുക്ക് ഈ ഒരു ഹോളിസ്റ്റിക് നഴ്സിംഗ് പ്രാക്ടീസ് പ്ലാൻ ചെയ്യാം ഓരോ വ്യക്തികൾക്കനുസരിച്ച്. ഓക്കെ, patterns, problems, needs, actual and potential patterns, problems, needs, and life process related to health, wellness, disease, or illness which may or may not facilitate well-being. എന്താ, നമ്മൾ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്താ അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ ആ ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വെൽനെസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡിസീസിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, അവരുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഈ ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞത് നേരത്തെ നമ്മൾ സ്റ്റാഫ് നേഴ്സിന്റെ ഇതിൽ എങ്ങനെയായിരുന്നു, നമ്മൾ ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത്. ഇവിടെ അങ്ങനെയല്ല, അവർക്കുള്ള അല്ലെ ഹെൽത്ത് റിലേറ്റഡ്, വെൽനെസ് റിലേറ്റഡ്, അത് മാത്രല്ല ആണോ? അല്ല, അവർക്ക് വേറെ എന്തെങ്കിലും അവരുടെ ഹോൾ എന്ന് പറയുമ്പോൾ അവരുടെ മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് അല്ലെ നമ്മൾ പറഞ്ഞിരുന്നു മെന്റലി റിലേറ്റഡ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചർ, അങ്ങനെ എന്തിലെങ്കിലൊക്കെ അവരുടെ നീഡ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ സംഭവങ്ങൾ കണ്ടുപിടിച്ച് അത് നമ്മളിപ്പോ നേഴ്സിംഗ് പ്രാക്ടീസിൽ പറയുന്നത് പോലെ നമ്മൾ ഒരു നേഴ്സിംഗ് കെയർ പ്ലാൻ എഴുതുമ്പോൾ എങ്ങനെയാ, ആദ്യം നമ്മൾ നേഴ്സിംഗ് ഡയഗ്നോസിസ് അല്ലെ, ആദ്യം നമ്മൾ സബ്ജക്റ്റീവ് ഡാറ്റയിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അവരെന്താ പറയണത്, അവർക്ക് എന്താ പ്രശ്നമുള്ളതെന്ന് നമ്മൾ ആദ്യം അവരോട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രശ്നം വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ ഒരു നേഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ എന്ത് ചെയ്യും, ഫോർമേറ്റ് ചെയ്യും അല്ലെ. ഫോർമുലേറ്റ് ചെയ്ത് അവരുടെ ഒരു നേഴ്സിംഗ് ഡയഗ്നോസിസ് ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും, നേഴ്സിംഗ് ഡയഗ്നോസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ഈ പ്ലാൻ ചെയ്യും. ഈ നേഴ്സിംഗ് ഡയഗ്നോസിസിന് ഇതൊക്കെ പ്ലാൻ ചെയ്യും. ഇത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്തിട്ട് ഈ ഓരോ പ്ലാനും നമ്മൾ കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതേ രീതിയിൽ തന്നെയാണ് ഹോളിസ്റ്റിക് നഴ്സിംഗ് പ്രാക്ടീസും പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അവരെ അസസ് ചെയ്യും. അസസ് ചെയ്ത് അവരോടൊക്കെ ചോദിക്കാനുള്ള കാര്യങ്ങൾ, എത്ര വർഷമായി തുടങ്ങിയിട്ട്, എപ്പോഴും വേദനയുണ്ടോ, എവിടെയാണ് വേദന എന്നൊക്കെയുള്ള അസസ്മെന്റ് നമ്മൾ ചെയ്യും. എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ അസസ്മെന്റിൽ കിട്ടിയ അവരുടെ ആ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ നേഴ്സിംഗ് ഗോൾ ഉണ്ടാക്കും. നേഴ്സിംഗ് ഗോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ നേഴ്സിംഗ് കെയർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അതാണ് കോർ വാല്യൂ 5 പറയുന്നത്. ഓക്കെ, ഇനി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പേഴ്സൺ ഓറിയന്റഡ് റാദർ ദാൻ ഡിസീസ് ഓറിയന്റഡ്. ഞാൻ പലവട്ടം പറഞ്ഞു, ഒരു മനുഷ്യനെയാണ് അവർ നോക്കി കാണുന്നത്, അല്ലാതെ ഒരു രോഗത്തിനെയല്ല. ഒബ്ജക്റ്റീവ് ഈസ് ഫുൾ വൈബ്രന്റ് ഹെൽത്ത്, നോട്ട് സിംറ്റം അല്ലെ. അതായത് ഒരു മനുഷ്യന്റെ ഒരു ഹെൽത്തിനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ടോട്ടൽ ആയിട്ട് ഒരു പോസിറ്റീവ് വെൽനെസ് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഗുഡ് ഹെൽത്ത് കിട്ടുക എന്നതാണ്. ഓക്കെ,
Respect the valid contribution of current medical science and practice. നമുക്ക് ഇപ്പോഴുള്ള നഴ്സിംഗ് പ്രാക്ടീസും മെഡിക്കൽ സയൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹോളിസ്റ്റിക് നഴ്സിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ അപ്പൂപ്പന്റെ കാലത്തുള്ള ഹോളിസ്റ്റിക് നഴ്സിംഗ് പ്രാക്ടീസും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴുള്ള രീതിയിൽ എങ്ങനെയാണോ, ഇപ്പോഴത്തെ അപ്ഡേഷൻ വെച്ചിട്ട് എങ്ങനെയാണോ അങ്ങനെ. ഓക്കെ. ഡെമോക്രാറ്റിക് ആൻഡ് ടോളറന്റ് റാദർ ദാൻ അതോറിറ്റേറിയൻ അല്ലെ. നമ്മളിപ്പോഴും ഒരു അതോറിറ്റി എന്ന് പറയുന്നത് പോലെ നിൽക്കാതെ ഡെമോക്രാറ്റിക് ആയിരിക്കണം അല്ലെ. അവർക്ക് ആ ഒരു ഓരോ വ്യക്തികൾക്കും വേണ്ട വിധത്തിലായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ അവരെ നമ്മള് ഒരു നമ്മളൊരു അതോറിറ്റിയാണ് അല്ലെങ്കിൽ നമ്മളൊരു സംഭവമാണെന്നും പറഞ്ഞിട്ട് അവരെ നിയന്ത്രിക്കാൻ പോകരുത്. അവരുടെ പേഷ്യൻസിന്റെ രോഗങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ കണ്ടുപിടിച്ച് അവരെ മൊത്തത്തിൽ ഹീൽ ചെയ്യാനാണ് നമ്മൾ പോവേണ്ടത് അല്ലെ. Focus on internal healing as a useful supplement to surgery, radiation and drug therapy. അതായത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇന്റേണൽ ഹീലിംഗ്. അതായത് ഒന്ന് ഓർത്ത് നോക്കിയേ, ഇത് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ആദ്യം വ്യാധിയുള്ള ഒരു മനുഷ്യനൊരു സർജറി ചെയ്ത് അത് ഉണങ്ങുന്നതിനെക്കാട്ടിലും ഇതായിരിക്കും അല്ലെ അവരുടെ മനസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴും ആദ്യം നമ്മുടെ മനസ്സൊന്ന് ഉണക്കാൻ നോക്കുക. അവരുടെ ഫീലിങ്സ് ഒക്കെ വെന്റിലേറ്റ് ചെയ്യാൻ നോക്കുക. അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ നോക്കുക അല്ലെ. ഓക്കെ. ട്രൈ ലെവൽ ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ, നോട്ട് യൂണിലെവൽ ഫിസിക്കൽ ഓൺലി. അതായത് നമ്മുടെ ശരീരത്തിനെ മാത്രമല്ല അവര് കാണുന്നത്, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ അല്ലെ, നമ്മുടെ സ്പിരിച്വൽ ആ ഒരു ഇതിനെ, ഫിസിക്കലിനെ, ഇതിനെയെല്ലാം നമ്മൾ ആസ് എ ഹോൾ ആയിട്ടാണ് അവർ കാണുന്നത്. ലൈഫ് സൈക്കിൾ ഓറിയന്റഡ്, നോട്ട് ഈവന്റ് സ്പെസിഫിക്. അതായത് ഓരോ ഈവന്റ് അല്ലെങ്കിൽ ഓരോ രോഗം വരുമ്പോൾ ചികിത്സിക്കുക എന്നത് മാത്രമല്ല, രോഗം ഉണ്ടെങ്കിൽ എന്താ, രോഗം ഇല്ലെങ്കിൽ എന്താ, ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടുമാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ്? ദ പേഴ്സൺ ഓറിയന്റഡ് റാദർ ദാൻ ഡിസീസ് ഓറിയന്റഡ്. ഒബ്ജക്റ്റീവ് ഈസ് ഫുൾ, വൈബ്രന്റ്, ഹെൽത്ത് പോസിറ്റീവ്, വെൽനസ്, നോട്ട് സിംറ്റം amelioration. Respect the valid contribution of current medical science and practice. Democratic and tolerant rather than authoritarian. Focuses on internal healing as a useful supplement to surgery, radiation, and drug therapy. Tri-level, physical, emotional, spiritual, not unilevel, physical only. Life cycle oriented, longitudinal, not event specific. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് PSCയിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഈ ഒരു ഹോളിസ്റ്റിക് നഴ്സിംഗ് പ്രാക്ടീസിൽ നിന്നും. ഏറ്റവും ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കോർ പ്രിൻസിപ്പിൾ ഓഫ് ഹോളിസ്റ്റിക് നഴ്സിംഗ്? എന്താണ് കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് നഴ്സിംഗിന്റെ? എന്തായിരുന്നു? ഫോക്കസ് ഓൺ ദി ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ഓഫ് ദി പേഷ്യന്റ്. അതാണ് നമ്മളുടെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യനും ആൻസറും എഴുതിയെടുക്കണേ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് കേട്ടോ. Which aspects of the holistic nursing involves caring for the patient's spiritual needs? ഏത് ആസ്പെക്ട്സ് ആണ് നമ്മളുടെ പേഷ്യന്റിന്റെ സ്പിരിച്വൽ നീഡിനെ കെയർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്? ഏത് ആസ്പെക്ട് ആണ് ഹോളിസ്റ്റിക് നഴ്സിംഗിലെ? സ്പിരിച്വൽ നഴ്സിംഗ്. ഓക്കെ. And the next question, what is the role of a nurse in promoting holistic health? ഹോളിസ്റ്റിക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നതിൽ നേഴ്സിന്റെ റോൾ എന്താണ്? ടു പ്രൊവൈഡ് ഇൻഡിവിജ്വലൈസ്ഡ് കെയർ that addresses patients' physical, emotional, spiritual and social needs. എന്തായിരുന്നു ആ ഒരു നേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്? ടു പ്രൊവൈഡ് individualized care that addresses patients' physical, emotional, spiritual and social needs. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നഴ്സിംഗ് തിയറി സപ്പോർട്ട്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഹോളിസ്റ്റിക് നഴ്സിംഗ്? ഹോളിസ്റ്റിക് നഴ്സിംഗിനെ സപ്പോർട്ട് ചെയ്യുന്ന നഴ്സിംഗ് തിയറി ഏതാ? തിയറി മറക്കരുത്, ജീൻ വാട്സൺസ് തിയറി ഓഫ് ഹ്യൂമൻ കെയറിംഗ്. എന്തായിരുന്നു? ജീൻ വാട്സൺസ് തിയറി ഓഫ് ഹ്യൂമൻ കെയറിംഗ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ എ നേഴ്സ് ഇൻകോർപ്പറേറ്റ് ഹോളിസ്റ്റിക് നഴ്സിംഗ് ഇൻ ടു ദയർ പ്രാക്ടീസ്?
ഒരു നേഴ്സ്, ഒരു സ്റ്റാഫ് നേഴ്സിന് എങ്ങനെ ഹോളിസ്റ്റിക് നേഴ്സിംഗ് പ്രാക്ടീസ് അവരുടെ ആ ഒരു പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാം? By using therapeutic communication, providing emotional support and addressing the patient's spiritual needs. ഈ 3 കാര്യങ്ങള് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ഒരു ഹോളിസ്റ്റിക് നേഴ്സ് ആയെന്നർത്ഥം. അല്ല, എന്തായിരുന്നു ചോദ്യം? ഒരു നേഴ്സിന് എങ്ങനെ ഹോളിസ്റ്റിക് നേഴ്സിംഗ് പ്രാക്ടീസ് അവരുടെ പ്രാക്ടീസിൽ കൊണ്ടുവരാം എന്നായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു? നമ്മളുടെ ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് വഴി അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സ്പിരിച്വൽ നീഡും കൂടെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഹോളിസ്റ്റിക് നേഴ്സ് ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഹോളിസ്റ്റിക് നഴ്സിംഗ് ഫോർ പേഷ്യൻസ്? പേഷ്യൻസിന് ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാ? ഇംപ്രൂവ്ഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്, ഇൻക്രീസ്ഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഹാൻസ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അല്ലെ, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വെൽബീങ് തന്നെ കൂട്ടും. അല്ലെ, അത് മാത്രമല്ല പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ആ ആശുപത്രിയിൽ പോയാ രോഗം മാറും, ആ ഡോക്ടർ തന്നെയാണെങ്കിൽ എനിക്ക് രോഗം ഒന്ന് മാറും, ആ നേഴ്സ് തൊട്ട രോഗം മാറും. കേട്ടിട്ടുണ്ടോ? അതാണ് ഈ സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഹോളിസ്റ്റിക് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ദ പേഷ്യന്റ് ആങ്സൈറ്റി? പേഷ്യന്റിന്റെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നഴ്സിംഗ് ഹോളിസ്റ്റിക് നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്താ? ഗൈഡഡ് ഇമാജറി. എന്തായിരുന്നു? ഗൈഡഡ് ഇമാജറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How can a nurse assess patient spiritual need? എങ്ങനെയാണ് ഒരു പേഷ്യന്റിന് സ്പിരിച്വൽ നീഡ് ഉണ്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുക? By using open-ended question, active listening and observing non-verbal cues. എങ്ങനെയൊക്കെയായിരുന്നു? By using open-ended questions. അല്ലെ, ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെ വളഞ്ഞു മൂക്കുമ്പോ പിടിക്കാതെ ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവര് പറയുന്നത് ഇരുന്ന് കേട്ടതിന് ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്യാം. അല്ലെ, എന്നിട്ട് അവരുടെ ആംഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവർക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പേഷ്യന്റിന് സ്പിരിച്വൽ നീഡ്സിന്റെ ആവശ്യമുണ്ടോ എന്ന്. ഓക്കെ, what is the role of a self reflection in holistic nursing? holistic nursing self reflection ന്റെ റോൾ എന്താണ്? To increase self awareness, enhance empathy and improve nursing practice. എന്തൊക്കെയായിരുന്നു? To increase self awareness, enhance empathy and improve nursing practice. The question number 10. Which nursing model supports the concept of holistic nursing? ഏത് nursing model ആണ് holistic nursing support ചെയ്യുന്നത്? The Newman's system model. എന്തായിരുന്നു? Newman's system model. Okay. ഇനി ഇവിടെ പറയാൻ പോകുന്നത് RRB-യിൽ വന്ന റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. RRB-യിൽ ഓക്കെ, എന്തൊക്കെയായിരുന്നു? വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓൺ ഹോളിസ്റ്റിക് നഴ്സിംഗ്? സെയിം. എന്തൊക്കെയായിരുന്നു? പ്രൊവൈഡിങ് കെയർ ദാറ്റ് അഡ്രസ് ദ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ നീഡ്സ് ഓഫ് ദി പേഷ്യന്റ്. ആരായിരുന്നു ഈ ഒരു ഹോളിസ്റ്റിക് നഴ്സിംഗ് തിയറി അല്ലെ കൊണ്ടുവന്നത്? ജീൻ വാട്സൺ. ജീൻ വാട്സന്റെ തിയറിയാണ് ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുന്നതിന് കൊണ്ടുവന്നത്. ഓക്കെ, നമ്മള് അത് മറ്റേ ഇതില് റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തത്. വിച്ച് ഹോളിസ്റ്റിക് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ദ പേഷ്യന്റ് സ്ട്രെസ്? പേഷ്യന്റ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ. ഒരു പേഷ്യന്റ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? മെഡിറ്റേഷൻ. ഓക്കെ, ഹൗ ക്യാൻ എ നേഴ്സ് അസസ് പേഷ്യന്റ് സ്പിരിച്വൽ നീഡ്? പേഷ്യന്റ് സ്പിരിച്വൽ നീഡ് എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ PSC ക്വസ്റ്റ്യനും ചോദിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു? ബൈ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ആക്റ്റീവ് ലിസണിങ് ആൻഡ് ഒബ്സർവിങ്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഹോളിസ്റ്റിക് നഴ്സിംഗ് കോൺസെപ്റ്റ് emphasizes the importance of caring for the patient's family? എന്തായിരുന്നു? വിച്ച് ഹോളിസ്റ്റിക് നഴ്സിംഗ് കോൺസെപ്റ്റ് emphasize the importance of caring for the patient's family? പേഷ്യന്റ് ഫാമിലിനെ കെയർ ചെയ്യണം എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഏത് നഴ്സിംഗ് കോൺസെപ്റ്റിലാണ്, ഏത് ഹോളിസ്റ്റിക് നഴ്സിംഗ് കോൺസെപ്റ്റിലാണ് ഉള്ളത്? ഫാമിലി സെന്റേർഡ് കെയർ. എന്തായിരുന്നു? ഫാമിലി സെന്റേർഡ് കെയർ. ഓക്കെ,
അപ്പൊ ഇന്ന് നമ്മൾ എടുത്തതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഹോളിസ്റ്റിക് നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതയിൽ നമ്മൾ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിനെ, ആരോഗ്യത്തിനെ, അല്ലെങ്കിൽ എന്താ പറയാ സ്പിരിച്വൽ നീഡ്സിനെയൊക്കെ നമ്മൾ ചികിത്സിച്ച് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഹോളിസ്റ്റിക് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ PSCയിലും RRBയിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നോട്ട് എല്ലാരും എഴുതിയെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വീണ്ടും കാണുന്നത് വരേക്കും ബൈ.